നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 532.51 കോടി രൂപ ആയുഷ് മേഖലയുടെ വികസനത്തിനായി അനുവദിച്ചെന്ന് മന്ത്രി വീണ ജോർജ്. പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ധ്രുവീകരണ തന്ത്രമെന്ന് MK രാഘവൻ MP. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഗുരുതര പ്രതിസന്ധിയിലേക്ക്. മരുന്ന് വിതരണക്കാർക്കുള്ള പണം കുടിശ്ശിക. വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വ്രതം കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന റമദാൻ മാസത്തിന് തുടക്കം. വിശ്വാസി റംളാൻ മാസം കൊണ്ട് പ്രധാനമായി നേടുന്നത് പാപമോചനമെന്ന് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്കരി കാന്തപുരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 532.51 കോടി രൂപ ആയുഷ് മേഖലയുടെ വികസനത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്നും ഇത് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ 3 ഇരട്ടിയാണെന്നും മന്ത്രി വീണ ജോർജ് കൊയിലാണ്ടി താലൂക്ക് ഹോമിയോ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊയിലാണ്ടി താലൂക്ക് ഹോമിയോ ആശുപത്രി പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ഹോമിയോപ്പതി വിഭാഗത്തിൽ 40 മെഡിക്കൽ ഓഫീസർ തസ്തികകളും ആയുർവേദത്തിൽ 116 തസ്തികകളും സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രികളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് നാഷണൽ ആയുഷ് മിഷന്റെ ഒരു പദ്ധതി പിന്തുണയോടുകൂടി നമ്മൾ നടത്തുന്ന തൈറോയ്ഡ് സ്പെഷ്യൽ OP ഉള്ളത് കൊയിലാണ്ടി ആശുപത്രിയിലാണ്. ഹോമിയോപ്പതി വകുപ്പിന്റെ ജില്ലാ മെഡിക്കൽ സ്റ്റോറും ഈ സ്ഥാപനത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് 532.51 കോടി രൂപയാണ് ആയുഷ് മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. 3 ഇരട്ടി വർധനമാണ് മുൻ വർഷങ്ങളെക്കാൾ ഇതിലുണ്ടായിട്ടുള്ളത്. ഹോമിയോപ്പതി വകുപ്പിൽ 40 മെഡിക്കൽ ഓഫീസർ തസ്തിക ഈ ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം നമുക്ക് സൃഷ്ടിക്കാനായിട്ട്, ആയുർവേദത്തിൽ 116 തസ്തികകൾ പുതുതായിട്ട് സൃഷ്ടിച്ചു. ഒരു 4 പതിറ്റാണ്ടിനിപ്പുറം ആദ്യമായിട്ടാണ് ഇത്രയും അധികം തസ്തികകൾ ഇവിടെ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ചടങ്ങിൽ കാനത്തിൽ ജമീല MLA അധ്യക്ഷയായിരുന്നു. ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ കവിത പുരുഷോത്തമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് K സത്യൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ K ഇന്ദിര, K ഷിജു, C പൃജില, EK അജിത്ത്, നിജില തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ധ്രുവീകരണ തന്ത്രമെന്ന് MK രാഘവൻ MP. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കുമെന്നും MK രാഘവൻ പറഞ്ഞു. പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം സുപ്രീം കോടതിയിലെ SBI ബോണ്ട് കേസിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു അടവ് മാത്രമാണ്. ഈ ഒരു പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് 4 വർഷം മുമ്പേ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ 4 വർഷമായി നടത്താൻ കഴിയാത്തൊരു കാര്യം ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത് ശുദ്ധ രാഷ്ട്രീയ തട്ടിപ്പാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമം അറബിക്കടലിൽ ഞങ്ങൾ വലിച്ചെറിയും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പൗരത്വ നിയമത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 42 കിലോമീറ്റർ ഒരു MP എന്നിളക്ക് കൊടുവള്ളി മുതൽ ഫറൂഖ് വരെ പദയാത്ര നടത്തിയുമുണ്ടായി. അതുകൊണ്ട് ഈ ഒരു മൗലികമായ വിഷയത്തിൽ മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനുള്ള മോദി സർക്കാരിൻ്റെ ഏത് നീക്കത്തെയും എല്ലാ അർത്ഥത്തിലും ശക്തമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്.
പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെ ധ്രുവീകരണ ആയുധം മാത്രമാണെന്ന് MK രാഘവൻ MP. മതത്തിന്റെ പേരിൽ പൗരത്വം നൽകുന്നത് രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കും പാരമ്പര്യത്തിനും കളങ്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ആദ്യം റദ്ദാക്കുക ഈ അപരവൽക്കരണ നിയമമായിരിക്കുമെന്നും MP കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്രതം കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന റമദാൻ മാസം വന്നെത്തി. പള്ളികളും മുസ്ലിം ഭവനങ്ങളും ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനാ നിർഭരമാകും. സാഹോദര്യത്തിന്റെയും കരുണയുടെയും സഹാനുഭൂതിയുടെയും നാളുകൾ കൂടിയാണ് റംസാൻ. മാസപ്പിറവി ദൃശ്യമായതോടെ റംസാൻ വ്രതാരംഭത്തിന് തുടക്കമായി. പള്ളികളും ഭവനങ്ങളും വൃത്തിയാക്കി പുണ്യമാസത്തെ വരവേറ്റുകൊണ്ട് വിശ്വാസ സമൂഹം ചൊവ്വാഴ്ച മുതൽ നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങും. പകൽ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥനയും നമസ്കാരവുമായി വിശ്വാസികൾ പള്ളികളിലും ഭവനങ്ങളിലും ഒത്തുകൂടും. റമദാനിൽ നോമ്പ് നോക്കൽ ഇസ്ലാമിന്റെ 5 അടിസ്ഥാന കർമ്മങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പകൽ സമയം മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ പാവപ്പെട്ടവർക്കും മറ്റ് നിരാലംബർക്കും വേണ്ട സഹായങ്ങൾ നൽകുകയും കൂടുതൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന മാസം കൂടിയാണ് റംസാൻ. റംസാൻ പിറ പ്രത്യക്ഷപ്പെടുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വ്രതം ആരംഭിക്കുന്നത്. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പിറന്നാൾ ആഘോഷിക്കുന്നതോടുകൂടി റംസാൻ മാസം വിട ചൊല്ലും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിശ്വാസി റംളാൻ മാസം കൊണ്ട് പ്രധാനമായും നേടുന്നത് പാപമോചനമാണെന്ന് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം. സെയ്റു റംളാൻ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റമദാൻ മാസം കൊണ്ട് സത്യവിശ്വാസി പ്രധാനമായും നേടുന്നത് പാപമോചനമാണ്. സൃഷ്ടാവായ അള്ളാഹുവിന് വഴിപ്പെട്ടു ജീവിക്കേണ്ട മനുഷ്യൻ അവനിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പാപങ്ങൾ പൊറുപ്പിക്കണം. തികച്ചും പാപമുക്തനായിക്കൊണ്ട് മരിക്കണം. പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഏറെ വഴികൾ അല്ലാഹുതആല നമുക്ക് വെച്ചിട്ടുണ്ട്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്. സൽക്കർമ്മങ്ങൾ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. തൗബയാണ് പാപം പൊറുപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. ഷിർക്കല്ലാത്ത എല്ലാ ദോഷങ്ങളെയും അല്ലാഹുതആല പൊറുക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾ നിത്യേന പാപം പൊറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പാപം പൊറുപ്പിക്കാൻ നമുക്ക് പഠിപ്പിച്ചിട്ടും ഉണ്ട്. എന്നാൽ അതിനുവേണ്ടി മാത്രമുള്ള ഏറ്റവും പ്രത്യേകമായൊരു മാസമാണ് റമദാൻ മാസം. കാരുണ്യത്തിൻ്റെ 10ഉം നരകമോചനത്തിൻ്റെ 10ഉം എല്ലാം അതിലുണ്ട്. അതിൻ്റെ അന്തസത്തയായി കുടികൊള്ളുന്നത് പാപമോചനമാണ്. ഇസ്തിഗ്ഫാറുകൾ പെരുപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ഒരു മാസം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പാപം പൊറുപ്പിക്കാൻ കാരണമായി തീരുന്നു. കാരുണ്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ വിശുദ്ധ റമദാൻ മാസം ആ നിലക്ക് ഖുർആൻ പ്രകാശിതമാക്കാനും പാപം പൊറുപ്പിക്കാനും അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുമുള്ള സുവർണാവസരമായി ഉപയോഗപ്പെടുത്താൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം,
സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗാലറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഗുരുതര പ്രതിസന്ധിയിലേക്ക്. ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള പണം കുടിശ്ശികയായതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. കുടിശ്ശിക 75 കോടി രൂപ കവിഞ്ഞതിനെ തുടർന്ന് വിതരണക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിയതോടെ രോഗികളും ഡോക്ടർമാരും ആശങ്കയിലായി. ഡിസംബർ വരെയുള്ള കുടിശ്ശിക മാർച്ച് 31-നകം ലഭിച്ചാൽ മാത്രമേ മരുന്ന് വിതരണം പുനരാരംഭിക്കൂ എന്ന് കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രി, കളക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവർക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു. ഇതുവരെ അനുകൂല പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അനുകൂല നടപടി വൈകുകയാണെങ്കിൽ നിരാഹാരമടക്കമുള്ള പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് സംഘടന കടക്കുമെന്ന് സംസ്ഥാന കൗൺസിൽ അംഗം സാംസൺ M. ജോൺ അറിയിച്ചു. ഞങ്ങൾക്ക് കഴിഞ്ഞ 8 മാസമായി ഏകദേശം 75 കോടിയോളം രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാനുണ്ട്. വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കൊട്ടേഷൻ ബേസിലാണ് ഞങ്ങളിവിടെ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറച്ച് ഈ മെഡിക്കൽ കോളേജിനോടൊപ്പം നിന്ന് കാലാകാലങ്ങളായി HDC മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇന്ന് ഒരു 15 ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ്, പ്രിൻസിപ്പള്, ജില്ലാ കളക്ടർ, മിനിസ്ട്രി ലെവല് എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ മെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കച്ചവടക്കാരാണ്. വെറും 5% മാത്രം മാർജിൻ എടുത്തിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചേളന്നൂർ 76 അമ്പലത്തുകുളങ്ങര കനാൽ റോഡ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയുടെ CM LRRP ഫണ്ട്, MLA ആസ്തി വികസന ഫണ്ട് എന്നിവയിൽ നിന്നുള്ള 69 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അമ്പലത്തുകുളങ്ങര കനാൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ഈ കനാൽ റോഡ് ഇന്ന് ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമായി മാറിയിട്ടുള്ളത്. ഒരു ജനകീയ ഭരണകൂടത്തിൻ്റെ വികസന കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തും വിശേഷിച്ച് നമ്മുടെ നാട്ടിലും നടന്നു വരുന്നത്. ഈ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്. ഇനിയും നമുക്ക് ഏറെ മുമ്പോട്ട് പോകാനുണ്ട്. ആ മുന്നേറ്റത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഭരണ സംവിധാനമാണ് ഗ്രാമപഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്തുകളുടെ സജീവമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ വികസനം താഴെത്തട്ടിലെത്തുകയുള്ളൂ. അങ്ങനെ വികസനത്തിൻ്റെ സത്ഫലങ്ങൾ താഴെത്തട്ടിലെത്തിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇന്നത്തെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം E ശശീന്ദ്രൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നാടകം അങ്ങേയറ്റം അപമാനകരമാണെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി. സംയുക്ത കർഷക സമിതി നടത്തിയ ആദായനികുതി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു. മലയോരത്തെ ജനജീവിതം വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം കൊണ്ട് ദുസ്സഹമായെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെ ഫലപ്രദമായി തടയാൻ കഴിയാത്തതിന്റെ കാരണം കേന്ദ്ര വന നിയമത്തിലെ വ്യവസ്ഥകളാണെന്നും വത്സൻ പനോളി കൂട്ടിച്ചേർത്തു. കാട്ടാനകൾ, പുലി, കാട്ടുപന്നി, പോത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ആക്രമണത്താൽ
മരിച്ചു വീണിട്ടുള്ളത് ഈ കേരളത്തിൽ. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ കർഷക സംഘടനകൾ. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സമീപകാലത്ത് വന്യജീവികളുടെ ആക്രമണം കാരണം മരണപ്പെടുന്ന മനുഷ്യരുടെ മൃതശരീരവുമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കോൺഗ്രസിന്റെയും UDF-ന്റെയും BJP-യുടെ ഒക്കെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് വിനയപൂർവ്വം ചോദിക്കാനുള്ളത്, ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയമെങ്കിലും പാസാക്കിയ ചരിത്രം ഈ സംഘടനകൾക്ക് ഈ ദശകങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? പരിപാടിയിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി TK രാജൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി EM മെഹബൂബ്, ലിൻഡോ ജോസഫ് MLA, കർഷക സംഘം സംസ്ഥാന നേതാവ് P വിശ്വൻ, NCP കിസാൻ സഭ ജില്ലാ സെക്രട്ടറി CP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളുണ്ട്. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് സ്നേഹാദരമൊരുക്കി രക്ഷിതാക്കളുടെ കൂട്ടായ്മ. പറമ്പിൽ കടവ് സ്വപ്നം പേരന്റ്സ് അസോസിയേഷനാണ് സ്നേഹാദരം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ ലത്തീഫ് പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പറമ്പിൽ കടവ് AMLP സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാനാധ്യാപകൻ CK വിനോദ് തെലങ്കാനയിൽ നടന്ന നാഷണൽ അത്ലറ്റിക് മീറ്റിൽ 110 മീറ്റർ ഹഡിൽസിൽ വെള്ളി മെഡൽ നേടിയ K റിനീഷ്, മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ കായിക പരിശീലകൻ അബ്ദുൾ ഒലീദ്, MIM UP സ്കൂളിലെ പാചക തൊഴിലാളികളായ K വസുമതി, D ശ്രീജ എന്നിവരെയാണ് ആദരിച്ചത്. സ്വപ്നം പേരന്റ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്നേഹാദരം പരിപാടി എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ലത്തീഫ് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളോടും സഹാധ്യാപകരോടും അതുപോലെ രക്ഷകർത്താക്കളോടും വിനോദ് മാഷ് പ്രകടിപ്പിക്കുന്ന സ്നേഹവായ്പ് നേരിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വിനോദ് മാഷ് ഒരു സ്നേഹനിധിയായ അധ്യാപകനാണ്. അതുപോലെ തന്നെയാണ് രക്ഷിതാക്കൾക്കും. കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരും അധ്യാപികമാരുമൊക്കെ അദ്ദേഹത്തെ വളരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായാണ് കാണുന്നത്. P പ്രമോദ് അധ്യക്ഷത വഹിച്ചു. K ഷൈജു, EP മനീഷ്, സാജിദ് ഗഫൂർ, ഷരീഫ്, MIM UP സ്കൂൾ മാതൃസമിതി വൈസ് ചെയർപേഴ്സൺ PT താനിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ആകാശവാണി നിലയത്തിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷാവസ്ഥയിലെത്തി. പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ ആകാശവാണി നിലയത്തിലേക്ക് നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാത്തി വീശി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കൊടി ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ പോലീസ് ശ്രമം നടത്തി. അറസ്റ്റിന് വഴങ്ങാത്തതോടെ പോലീസ് ലാത്തി ചാർജ് ചെയ്യുകയായിരുന്നു. സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റു. ബീച്ചിലുണ്ടായിരുന്ന പലർക്കും പോലീസിന്റെ ലാത്തിയടിയേറ്റു. 10-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രകോപനമില്ലാതെയാണ് പോലീസ് മർദ്ദിച്ചതെന്ന് ഫ്രട്ടേണിറ്റി നേതൃത്വം ആരോപിച്ചു. 7 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദിൽ കുറ്റ്യാടി, ഷഹീൻ നരുക്കിനി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
എലത്തൂർ വാസ്ക വാർഷികം ആഘോഷിച്ചു. വിശിഷ്ട വ്യക്തികളെ ആഘോഷവേദിയിൽ ആദരിച്ചു. എലത്തൂർ SI VK വിജയൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. എലത്തൂർ വാസ്കയുടെ വാർഷികാഘോഷങ്ങൾ വാസ്ക കലാമേള വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം എലത്തൂർ പോലീസ് SI VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സേതു സീതാറാം ALP സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൾ സലാം മാസ്റ്ററെയും കഴിഞ്ഞ ദിവസം പ്രദേശത്തു നിന്നും കടലിൽ ഒഴുക്കിൽപ്പെട്ടുപോയ 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ച 90 വയസ്സുകാരൻ ചെറുക്കാട്ടിൽ വേലായുധനെയും ആദരിച്ചു. PK പുഷ്പരാജ് വേലായുധന് ഉപഹാരം നൽകി. PK സുരേന്ദ്രൻ പൊന്നാടയണിയിച്ചു. സുബി അധ്യക്ഷം വഹിച്ച യോഗത്തിൽ വാസ്ക കൺവീനർ K രജീഷ് കൊന്നർക്കണ്ടി, വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ 55-ാം വാർഡ് പയ്യാനക്കലിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പൊന്നങ്ങാടത്ത് ജംഗ്ഷൻ റോഡ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ OP ഷിജിന ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ N ജയശീല അധ്യക്ഷയായിരുന്നു. K നജ്മ, മേലടി നാരായണൻ, സിപ്രിയ കുമാർ, PC ബാബുരാജ്, ആമിന, ഹാജറ തുടങ്ങിയവർ സംസാരിച്ചു. KT അലവി, സുനി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 532.51 കോടി രൂപ ആയുഷ് മേഖലയുടെ വികസനത്തിനായി അനുവദിച്ചെന്ന് മന്ത്രി വീണ ജോർജ്. പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ധ്രുവീകരണ തന്ത്രമെന്ന് MK രാഘവൻ MP. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഗുരുതര പ്രതിസന്ധിയിലേക്ക്. മരുന്ന് വിതരണക്കാർക്കുള്ള പണം കുടിശ്ശിക. വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വ്രതം കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന റമദാൻ മാസത്തിന് തുടക്കം. വിശ്വാസി റംലാൻ മാസം കൊണ്ട് പ്രധാനമായി നേടുന്നത് പാപമോചനമെന്ന് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്കരി കാന്തപുരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.